ആദ്യമേ പറയാം, ചേരുവകളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ചേരുവകളൊക്കെ നോക്കി വെച്ചാൽ മാത്രം മതി. നമ്മുടെ പെപ്പർ ചിക്കനാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ മല്ലി, കുരുമുളക്, ഏലക്ക, നല്ല ജീരകം, ഗ്രാമ്പു, പട്ട, കാശ്മീരി ചില്ലിയും ചേർത്ത് ഒന്ന് വറുത്തെടുക്കണം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വറുത്ത് പൊടിച്ചു മാറ്റി വെക്കുക കേട്ടോ. ഇനി പാനിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. എല്ലാവർക്കും അറിയാം, ഉപ്പിട്ടാ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും. അതും ചേർത്തിട്ടുണ്ട് കേട്ടോ. തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വരാനേ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചോളൂ. ഇടയ്ക്ക് ഞാൻ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. ക്യാമറ ഓഫ് ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ പെരിഞ്ജീരകത്തിന്റെ പൊടിയും നമ്മൾ വറുത്ത് പൊടിച്ച പൊടിയും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കറിവേപ്പിലയും അല്പം വെള്ളം ഒഴിച്ച് ചിക്കനും ഇട്ടിട്ട് വേവിച്ചെടുക്കണം. ഇടയ്ക്കൊന്ന് തുറന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് വറ്റിച്ചെടുക്കണേ. ഇടയ്ക്കിടയ്ക്ക് തുറന്നിളക്കി കൊടുത്താണ് ഈ പരിപാടി ചെയ്യേണ്ടത്. അവസാനമായിട്ട് ഇതിലേക്ക് നമ്മൾ റെഡ് ചില്ലി ഫ്ലേക്സും അതുപോലെ കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ അങ്ങ് വറ്റിച്ച് ആ ഗ്രേവി ഇങ്ങനെ പൊതിഞ്ഞ് കിടക്കണം കേട്ടോ. അപ്പം സെറ്റ് അല്ലേ? അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്തോളൂ. ഇഷ്ടപ്പെട്ടല്ലേ? ഷെയർ ചെയ്യാൻ മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്.